ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വ്ളോഗാണ്, ഷോപ്പിംഗ് വ്ളോഗാണ്. മീക്കുട്ടി ഫ്രണ്ട് ഞങ്ങൾ ഇന്ത്യയിലേക്ക് പോയിരുന്നു. അപ്പോൾ പോകുന്നതിൻ്റെ വീഡിയോ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിന് മുൻപ് ഞങ്ങൾ ഷോപ്പിംഗ് ചെയ്തിരുന്നു, അതിൻ്റെ വീഡിയോ ആണ് ഇന്നിപ്പോൾ ഞാൻ തിരിച്ചു വന്ന് ഞങ്ങൾ എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോഴാണ് ഇൻട്രൊഡക്ഷൻ ഇല്ല എന്ന് കാണുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി, നടക്കാനിറങ്ങിയപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ എടുക്കാമെന്ന്. അപ്പോൾ ഒരിക്കൽ കൂടി ഞങ്ങളുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉണ്ണി, സ്വാഗതം പറ. ഷോപ്പിങ്ങിൻ്റെ തുടക്കം കുറിക്കുന്നത് വാൾമാർട്ടിൽ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇവിടെ ചോക്ലേറ്റ്സിനൊക്കെ എത്രയാണ് എന്തൊക്കെയാണെന്ന് നോക്കണം. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളും എന്തൊക്കെയാണ് നമുക്ക് വാങ്ങാനുള്ളത് ഇവിടെ നിന്ന് എന്നുള്ളത് നോക്കാനാണ് നമ്മളിന്ന് പോകുന്നത്. കൂട്ടത്തിൽ നമുക്ക് കുറച്ച് ഗ്രോസറി സാധനങ്ങളും വാങ്ങാനുണ്ട്. ഞാൻ ഓരോന്നായിട്ട് പറയാം ഞാൻ എവിടെ നിന്നൊക്കെയാണ് സാധനങ്ങൾ വാങ്ങിയത് എന്നുള്ളത്. എന്നാൽ ചോക്ലേറ്റൊക്കെ എവിടെ നിന്നാണ് വാങ്ങുന്നത് ലാഭം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. അതല്ല വേറെ എവിടെ നിന്നെങ്കിലാണ് നിങ്ങൾ വാങ്ങിയിട്ടുള്ളത് ഇതിനേക്കാൾ നന്നായിട്ട് കിട്ടും എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ബാക്കിയുള്ളവർക്കും യൂസ്ഫുള്ളായിരിക്കും. നമുക്ക് നോക്കിയിട്ട് വാങ്ങാം. ഓക്കെ, ഇതാണോ നാട്ടിലേക്ക് പോകുമ്പോ വാങ്ങണ്ടേ? ഉണ്ണിക്ക് ഇതാ ഇഷ്ടം? ഓക്കെ, ഹൈഡ് ചെയ്യത്രേ, അവൾക്കിനി വാങ്ങുമ്പോൾ എടുക്കാം. ഞങ്ങൾ പെട്ടെന്നായിരുന്നു നാട്ടിലേക്ക് പോകണം എന്നുള്ളത് തീരുമാനിച്ചത്. എന്തുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്നതെന്നുള്ളതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ അടുത്തായിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഷോപ്പിംഗ് ചെയ്തതിൻ്റെ എല്ലാ വീഡിയോസും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടി കോർത്തിണക്കിയ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഇത്. ഇപ്പം നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ വീടിനടുത്തുള്ള മോളിലേക്കാണ്. ഫസ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് JC Penneyയിലേക്കാണ് കേട്ടോ. ഇന്ന് അവിടെ സെയിലുണ്ട് എന്നൊക്കെ കണ്ടു, പക്ഷേ അറിയില്ല ഇനി അവിടെ പോയാലാണ് എന്ത് സെയിലാണ്, അതവർ വെറും പറ്റിക്കലാണോ എന്ന് പോയി നോക്കാം. ഉണ്ണി ഉടുപ്പ് എന്ന് കണ്ടപ്പോഴേക്കും ഓടിയിട്ടുണ്ട്. എന്താടാ ചെയ്യണേ? ആരത്? മിഴിയാണോ? Oh. സെയിലെന്ന് കണ്ടിട്ട് വന്നതാണെങ്കിലും വലിയ സെയിൽ എന്ന് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ചെറിയ ചെറിയ സാധനങ്ങൾക്ക് സെയിലും ഉണ്ടായിരുന്നു. അതൊന്നും നമുക്ക് ആവശ്യമില്ല. JC Penneyയിൽ നിന്നാണ് ഞങ്ങൾ ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ കുറച്ച് വാങ്ങിയത്. ഇനി നമുക്ക് മേസീസിലും കൂടി പോയി നോക്കണം അവിടെ നല്ല കളക്ഷൻസ് ഉണ്ടോ എന്നുള്ളത്. അതിനിടയ്ക്ക് മീക്കുട്ടിക്ക് മേക്കപ്പ് സാധനങ്ങൾ കണ്ടപ്പോൾ അവൾക്കും വേണമെന്നായി. അങ്ങനെ കുട്ടികൾക്കുള്ള കുറച്ച് ലിപ്സ്റ്റിക്കും മേക്കപ്പ് സാധനങ്ങളൊക്കെ അവൾ വാങ്ങിയിട്ടുണ്ട് അവൾക്ക് വേണ്ടിയിട്ട്. അതെല്ലാം എടുത്ത് അവളുടെ ബാഗിലേക്ക് ആക്കി മാറ്റുകയാണ് കേട്ടോ. അടുത്തത് ഞങ്ങൾ നേരെ പോകുന്നത് ബാത്ത് ആൻഡ് ബോഡി വർക്സിലേക്കാണ്. നമ്മൾ നാട്ടിലേക്ക് പോകുന്നുണ്ടെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇത് സെയിലുള്ളപ്പോൾ വാങ്ങി വയ്ക്കുകയാണ് കേട്ടോ ഏറ്റവും സുഖം. നല്ല ഓഫറിൽ കിട്ടാറുണ്ട്. ഞങ്ങളുടെ യാത്ര പെട്ടെന്ന് തീരുമാനിച്ചത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല. അപ്പോൾ നമുക്ക് വേഗം ഇഷ്ടപ്പെട്ടത് വാങ്ങിയിട്ട് പോവാം. ബ്ലൂബെറി വേണോ? എടേ ഒരു രസമല്ലേ വേണം.
Can I put this in the... Thank you, Unni. ബാത്ത് ആൻഡ് ബോഡി വർക്സിലെ സാധനങ്ങൾ ഇതിനു മുൻപ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇഷ്ടപ്പെട്ടതാണ് ഞങ്ങൾ ഇന്ന് വാങ്ങിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ 3 പേരുടെയും പരിശ്രമത്തിനൊടുവിൽ കുറച്ച് എണ്ണ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഷോപ്പിൽ പോവാം. നടന്ന് ക്ഷീണിച്ചതുകൊണ്ട് തന്നെ ഇന്നത്തെ ഷോപ്പിംഗ് മതിയാക്കി ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. ബാക്കി നമുക്ക് നാളെ തുടരാം. എങ്ങോട്ടേ പോണ് പറ. But first we need to call car. Let's go in car. Shopping, le? Yes, we are going. Shopping. We are going shopping to buy so many. We need to buy so many candies for we are going in your grandma's home. To grandma home. So that's why we are buying candy. Yeah. So let's go. മേരിക്കുട്ടി പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ പോകുന്നത് കോസ്കോയിലേക്കാണ്. ഇവിടെ നിന്നാണ് നമ്മൾ സാധാരണ ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ട് പോവാറുള്ളത്. അടുത്ത ഷോപ്പിങ്ങിന് നമ്മൾ വന്നിരിക്കുന്നത് കോസ്കോയ്ക്കാണ്. പക്ഷെ നമ്മളിന്ന് വേറെ ലേറ്റായി. നമ്മളിപ്പോൾ എത്തിയപ്പോഴേക്കും 4:30 മണിയായി. 6 മണിക്ക് കോസ്കോ അടയ്ക്കും. എന്തൊക്കെ വാങ്ങാൻ പറ്റുമെന്ന് അറിയില്ല. ഉണ്ണി ഈ സൈഡിലേക്ക് നിൽക്കാം. കുറേ ചെടികൾ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇന്ത്യക്ക് പോകൊണ്ട് വാങ്ങിയിട്ട് കാര്യമുണ്ടോ എന്നറിയില്ല. റോസ് പൂവല്ലടാ, നമുക്ക് ഇതൊന്നും വാങ്ങിയിട്ട് കാര്യമില്ല. വന്നിട്ട് വാങ്ങാം. മിഴി അവൾക്ക് എന്തെങ്കിലും വാങ്ങാനുള്ള പരിശ്രമത്തിലാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഒന്നും വാങ്ങിയിട്ട് കാര്യമില്ല. എന്തായാലും അവൾ യൂസ് ചെയ്യില്ല. പിന്നെ നാട്ടിൽ പോയി വരുമ്പോൾ എന്തായാലും ഒരുപാട് സാധനങ്ങൾ കൊണ്ടായിരിക്കും തിരിച്ചു വരുന്നതും. കോസ്കോയിലെ ഒരേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ തോന്നുന്നുള്ളതാണ്. ഇത്തവണ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വർക്ക് ബുക്കൊക്കെ ഉണ്ടായിരുന്നു. മേൽക്കുട്ടിക്ക് ഞങ്ങളൊരു വർക്ക് ബുക്കൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇതടാ, പക്ഷെ മേരിക്ക് പുസ്തകം വാങ്ങിയത് അത്ര പിടിച്ചിട്ടില്ല കേട്ടോ. അല്ല, ടോയ്സ് ഒക്കെ ആണെങ്കിൽ ഇഷ്ടപ്പെട്ടേനെ. ഫസ്റ്റ് തന്നെ ഞങ്ങൾ കയറിയപ്പോൾ കണ്ടത് മോയ്സ്ചറൈസറാണ്. അങ്ങനെ ഞങ്ങൾക്കുള്ളതും നാട്ടിലേക്കുള്ള മോയ്സ്ചറൈസറും വാങ്ങിയിട്ടുണ്ട്. ക്ലെൻസറും ഓഫറിലുണ്ടായിരുന്നു. അതും ഓരോന്ന് വെച്ച് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. പിന്നീട് ചെറിയ കുട്ടികൾക്കുള്ള നല്ല ഭംഗിയുള്ള ഉടുപ്പുകളും ഉണ്ടായിരുന്നു. ഞങ്ങൾ അതും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മിഴിക്കെടുക്കാതിരുന്ന അവൾ സമ്മതിക്കില്ലല്ലോ. അങ്ങനെ മിഴിക്കുട്ടിക്ക് എടുത്തു. ഞങ്ങൾ പോകുമ്പോൾ വിൻ്റർ കഴിയാത്തതുകൊണ്ട് തന്നെ ഒരുപാട് കളക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ നാട്ടിൽ ഈ വിൻ്റർ ഡ്രസ്സ് കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ. ഇവിടെയാണ് നട്ട്സിൻ്റെ കളക്ഷൻ. ഞാൻ പിസ്തയൊക്കെ എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് ചോക്ലേറ്റ് തപ്പിയോണ്ട് നടക്കാണ് ഞാനും മേരിക്കുട്ടി. നമ്മൾ ഏത് ചോക്ലേറ്റ് എടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ്. എല്ലാ ചോക്ലേറ്റ്. അങ്ങനെ 1 മണിക്കൂറാണ് സമയമുണ്ടായിരുന്നെങ്കിലും ഒരുപാട് സാധനങ്ങൾ വാങ്ങി ഞങ്ങൾ പോവുകയാണ്. നമ്മുടെ കോസ്കോ പർച്ചേസ് കഴിഞ്ഞു. ഉണ്ണി എന്തൊക്കെ വാങ്ങി? ഉണ്ണി ദേഷ്യത്തിലാണ്. ഉണ്ണിക്കൊന്നും വാങ്ങിയില്ല എന്ന് പറഞ്ഞിട്ട്. ഉണ്ണിക്ക് ചോക്ലേറ്റ് ഉണ്ടല്ലോ. ഓക്കെ, ഉണ്ണിക്ക് ചോക്ലേറ്റ് എടുക്കാം. ഫസ്റ്റ് ഞാൻ വരുമ്പോൾ ആൾക്കാർ ഈ കാർഡ്ബോർഡുകൾ എടുത്തിട്ട് പോകുന്നത് കണ്ടപ്പോൾ ഞാൻ എന്തിനാന്ന് വിചാരിച്ചിരുന്നു. ഇവിടെ കാർഡ്ബോർഡുകൾ വെച്ചിട്ടുണ്ടാവും. നമുക്കത് കാറിൽ വെച്ച് അറേഞ്ച് ചെയ്യാൻ സുഖമാണ്. അടുത്തത് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം മേസീസിലേക്കാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ വരുന്ന കട ഇതാണ് കേട്ടോ.
മേക്കുട്ടിക്ക് ഇവിടെ വന്നാൽ എന്തെങ്കിലും ഒരു ജ്യൂസ് എന്തെങ്കിലും കുടിക്കാൻ വേണം. അങ്ങനെ ഞങ്ങൾ സിന്നബണിലേക്ക് വന്നിരിക്കുകയാണ്. ഒരു മിൽക്ക് ഷേക്ക് വാങ്ങി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. എന്തായാലും ആൾ ഫുള്ള് കുടിക്കൊന്നുമില്ല, വെറുതെ വാങ്ങുകയാണ്. ഞങ്ങളുടെ ഷോപ്പിംഗ് ഏകദേശമൊക്കെ ഒന്ന് കഴിയാറായിട്ടുണ്ട്. ഇന്ന് നമ്മൾ പോകുന്നത് ഓൾഡ് നേവിയിലേക്കാണ്. പിന്നെ കുറച്ചും കൂടി സാധനങ്ങൾ മേസീസ് നിന്ന് വാങ്ങാനുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ ഏകദേശം ഒന്ന് കഴിഞ്ഞു. നീ ഒറ്റയ്ക്ക് ഇടൂല്ലേ സീറ്റ് ബെൽറ്റ് ഒക്കെ? എങ്ങടാണോ ഉണ്ണി പോണ്? അറിയില്ല ഉണ്ണിക്ക് എങ്ങോട്ടാന്ന്. നമ്മുടെ തണുപ്പൊക്കെ മാറി വരുന്നുണ്ട്, വിൻ്റർ മാറി തുടങ്ങി. ഇതാ കണ്ടില്ലേ, നല്ല തളി ഇലകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാ മരത്തിലും. ഇവിടെ വന്നതിന് ശേഷമാണ് ഈ സമ്മർ ആവാനൊക്കെ ഇത്ര ആർത്തി മൂത്തത്. ഇവിടെ ഒരുപാട് കടകളുണ്ട്. നമ്മളിപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഓൾഡ് നേവിയിലേക്കാണ്. എന്തൊക്കെ കളക്ഷൻ ഉണ്ട് എന്ന് പോയി നോക്കണം. നമ്മൾ ബ്ലാക്ക് ഫ്രൈഡേ ആ ടൈമിലൊക്കെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും വാങ്ങാൻ വേണ്ടിയിട്ട്. നല്ല ലാഭത്തിലൊക്കെ നമുക്ക് സാധനങ്ങൾ കിട്ടും. ഇപ്പോൾ നമ്മൾ പോകുന്നുണ്ടെന്ന് നമുക്ക് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ആ ടൈമിലൊക്കെ വാങ്ങി വെച്ചാൽ മതി. പക്ഷെ നമ്മുടെ യാത്ര പെട്ടെന്നായതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊന്നും വാങ്ങി വെക്കാൻ പറ്റിയില്ല. പ്രജന്റെ കൂടെ എത്താഞ്ഞിട്ട് തോന്നുന്നു ഒരാൾ ഓടുക. വാ ഏട്ടാ, $50 $20 ഓഫർ. അവിടെ കുറേ ഓഫറുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ ഇപ്പോഴേക്കുള്ളതല്ല, അടുത്ത മാസത്തേക്കുള്ളതാണ്. മിഴിക്ക് അവിടുത്തെ ചെരുപ്പ് കണ്ടപ്പോഴേക്കും അവിടെ നിന്ന് ചെരുപ്പ് വാങ്ങാൻ മോഹം, ഡ്രസ്സ് കണ്ടപ്പോഴേക്കും ഡ്രസ്സ് വാങ്ങാൻ മോഹം. അവസാനം ഇതെല്ലാം ഞങ്ങൾക്ക് വാങ്ങേണ്ടി വന്നു. നീ ഇത് പിടിക്ക്, കാണിച്ചു കൊടുക്ക വീഡിയോയില്. ഉണ്ണിയുടെ ഷൂ ഇന്ത്യയിലിടാൻ വേണ്ടിയിട്ട് ഷൂ വാങ്ങി ഉണ്ണി അല്ലേ? ഇരുന്നോക്കാം. ഇപ്പൊ ബോറടി മാറിയോ? ഒരാള് ബോറിങ് പറഞ്ഞു. ഉണ്ണി തന്നെ ചെയ്യേ. You can. I get out and see. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഐസ്ക്രീം ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അതിൽ തന്നെ വാങ്ങല്ലേ നല്ലത്, സ്കൂപ്പ് കൂടി. എമ്മി today I got a yummy chocolate ice cream. So this is yummy. I found it over here. It's yummy and see. Turn left on Tamarack Avenue. Yummy.
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മേസൈസിൽ കൂടി കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു. ഇതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പിംഗ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ബാഗൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. We don't need to buy anything. We don't need to buy. ഇതാണ് ഇവിടുത്തെ ബാഗിൻ്റെ സെക്ഷൻ അല്ലേ ഉണ്ണി? എല്ലാ ബ്രാൻഡ് ബാഗുകളും ഇവിടെ ഉണ്ടാവും. ഇതൊക്കെ ഗസ്സിൻ്റെ ആണ്. ഇവിടെ ഷർട്ടുകൾ. ഈ മോളിനുള്ളിൽ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. അപ്പം മീക്കുട്ടീനെ കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി. നമ്മൾ ഇതിന്റെ അകത്താവോ എല്ലാം പൂട്ടിയിട്ട് വരും. ആ അതെ, കട അടയ്ക്കാറായി. അതുകൊണ്ട് മീക്കുട്ടീനെ കൊണ്ട് വേഗം പോവുകയാണ്. നമ്മൾ വിചാരിക്കും ഷോപ്പിംഗ് കഴിഞ്ഞു എന്ന്. പക്ഷെ നമ്മൾ ലാസ്റ്റ് ദിവസം വരെ ഷോപ്പ് ചെയ്യുന്ന തോന്നുന്നു. ഇപ്പോൾ വാൾമാർട്ടിലേക്ക് പോകുന്നത് പാല് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അതെല്ലാം വാങ്ങി ഞങ്ങൾ നേരെ മേസീസിലേക്ക് പോന്നു. വെറും $118 മാത്രം. അത് റിമോട്ടാ? ഇതൊക്കെ കാണിച്ചു കൊടുത്ത ഉണ്ണി, ഓരോ ബാഗ് കാണിച്ചു കൊടുക്ക. പ്രൈസ് ഇട്ടിട്ടില്ല. Oh yeah, rice tartar too. And this one is so beautiful. ഇതാ ഉണ്ണിക്ക് ഇഷ്ടമായി? Yes. ശരി, താഴെ പോവാം. താഴെ ബാഗ്. Go down. ഇതോടുകൂടി തൽക്കാലം ഞങ്ങൾ ഷോപ്പിംഗ് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ ഇന്ത്യയിലേക്ക് പോകുന്നതാണ്. ഇന്നത്തെ വീഡിയോ